തിരുവനന്തപുരം നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിൽ വച്ചാണ് ഈ നവജാത ശിശു മരിച്ചിരിക്കുന്നത്. മരിച്ചതല്ല, കൊന്നതാണ് എന്ന് കുടുംബം ആരോപിക്കുന്നു. വലിയ വലിയ ത്യാഗങ്ങളിലൂടെ കടന്നുപോയ ചില സംഭവങ്ങളെക്കുറിച്ച് ആ കുടുംബം നമ്മളോട് വിവരിക്കുന്നു. അതിൽ കണ്ണുനീരുണ്ട്, ദുഃഖത്തിൻ്റെ ആഴമുണ്ട്. ശരിക്കും നമ്മുടെ സിസ്റ്റത്തിന് എന്തുപറ്റി എന്ന് ചിന്തിച്ചു പോകുന്ന വലിയ ചില തോന്നിയാസങ്ങളുണ്ട്. നമുക്ക് ആ കുടുംബത്തോട് തന്നെ ചോദിക്കാം, എന്താണ് സംഭവിച്ചതെന്ന്. അവർ ശരിക്കും അവര് പഠിച്ചെന്ന് വേണം പറയാൻ. നോർമൽ ഡെലിവറിക്ക് വേണ്ടിയിട്ടും അവര് സർജറി ചെയ്തു. സ്റ്റിച്ച് ഉണ്ട്. കാരണം അവര് ഓപ്പൺ ചെയ്തു കുഞ്ഞ് വരാനായിട്ട്, എന്നിട്ടാണ് വാക്യൂം ഉപയോഗിച്ചത് തന്നെ. പാലോടുള്ള നിരഞ്ജനയുടെ വീട്ടിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഈ കുടുംബങ്ങൾ ആരോപിക്കുന്നത്, അവരുടെ പരാതികൾ ഒക്കെ കേൾക്കുമ്പോൾ നമുക്ക് തോന്നിപ്പോകുന്നൊരു കാര്യം, ഇങ്ങനെ MBBS ഒക്കെ എടുത്ത് മെഡിക്കൽ എത്തിക്സിൻ്റെ പാതയിലൂടെ സഞ്ചരിക്കുന്ന ഒരു ഡോക്ടർ ഇങ്ങനെയൊക്കെ ചെയ്യുമോ എന്നാണ്. ആ ഡോക്ടറോട് നമ്മളൊന്നും ചോദിച്ചിട്ടില്ല, നമ്മൾ ഡോക്ടറെ കണ്ടിട്ടില്ല, അവർക്ക് പറയാനുള്ളത് എന്ത് എന്ന് അറിയുകയുമില്ല. അവിടെ അതും അത് കഴിഞ്ഞ് എമർജൻസി ആയിട്ട് ചെയ്ത സിസേറിയൻ. എന്തായാലും പേരിട്ട് വിളി കേൾക്കാതെ ആ കുഞ്ഞ് യാത്രയായി. ജീവൻ്റെ വില എത്രമാത്രം വലുതാണ്. ആ ജീവൻ്റെ വിലയിലേക്ക് പണത്തിൻ്റെ അല്ലെങ്കിൽ കെടുകാര്യസ്ഥതയുടെ ചില വിഷബീജങ്ങൾ പറന്ന് ഇറങ്ങിയതാണോ ഈ സംഭവത്തിൻ്റെ കാരണം എന്ന് നമ്മുടെ കാലം തന്നെ അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. ഇത് ആരുടെ തെറ്റാണ്? കുടുംബം പറയുന്നത് ഇപ്രകാരമാണ്. അവർ ഈ നിറഗർഭിണിയായ പെൺകുട്ടിയെ ചെക്കപ്പിന് വേണ്ടി കൊണ്ടുപോയതാണ്. അവിടെ ചെന്നപ്പോൾ പറയുന്നു സമയമായി അഡ്മിറ്റാവാൻ. അങ്ങനെ എവിടെ നിന്നോ കുറച്ച് കാശൊക്കെ സംഘടിപ്പിച്ച് അന്ന് തന്നെ അവരവിടെ അഡ്മിറ്റുമായി. പിന്നീട് സംഭവിച്ചത്, വെളുപ്പിന് 4 മണിക്ക് ആ കുട്ടിക്ക് ഇനിമ കൊടുത്തു. 11 മണിയോടെ പ്രസവിക്കും എന്ന വിശ്വാസത്തിലായിരുന്നു. 11 മണിക്ക് പ്രസവിച്ചില്ല എന്ന് കണ്ട് സിസേറിയൻ ചെയ്യാൻ ഡോക്ടർ ഒരുമ്പെട്ടില്ല. അന്ന് ധാരാളം കേസുകൾ ഉണ്ടായിരുന്നു. നമ്മളീ പറഞ്ഞിടുന്നത് നമുക്കിതിനെക്കുറിച്ച് ധാരണയൊന്നുമില്ല. ഈ കുടുംബം പറയുന്ന കാര്യമാണ്. 4 മണി മുതൽ 11 മണി വരെ ആയിട്ടും പ്രസവിക്കാതിരുന്നിട്ട് ഈ 11 മണിക്ക് എന്തുകൊണ്ട് സിസേറിയൻ ചെയ്തില്ല എന്നതാണ് ഒന്നാമത്തെ കുടുംബത്തിൻ്റെ ചോദ്യം. അത് 2:30 വരെ പിന്നെയും കാത്തിരുന്നു. 2:30-ക്ക് ചില എമർജൻസി സർജറികൾ, അത് സുഖപ്രസവത്തിന് വേണ്ടിയുള്ളതാണ്, അത് ചെയ്തു. അത് തന്നെ ഏകദേശം 4 സ്റ്റിച്ചുണ്ട്. സ്കാൻ ചെയ്തപ്പോൾ കുഞ്ഞിന് വളർച്ച കുറവ്, 2 പേർക്ക് 2 ഫൈൻഡിങ്സ് ആണ് അവർ പറയുന്നത്. ഒരാളുടെ അടുത്ത്, ഹസ്ബൻഡിൻ്റെ അടുത്ത് പറഞ്ഞ് കൊച്ചിന് കുഴപ്പമൊന്നുമില്ല എന്നും, അവളുടെ അടുത്ത് അങ്ങനെ. പക്ഷേ അവർ കറക്റ്റ് എന്തെങ്കിലും പ്രശ്നമാണെങ്കിൽ അവർ കറക്റ്റ് പറയണം. അതുവരെ കുഴപ്പമില്ല എന്ന് പറഞ്ഞ് പിന്നെ കുഴപ്പമില്ല, കുഞ്ഞ് ഓക്കെയാണ്, നോർമലാണ്, പിന്നെ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് പിന്നെ ഇനിയിപ്പോൾ ഇത്ര എന്നിട്ട് അവർക്ക് പറയാൻ പറ്റും എന്നിട്ട് കുഴപ്പമുണ്ടെന്ന് പറയാൻ പറ്റുമോ? കാരണം അവർക്കല്ലേ അറിയാവൂ ഫൈൻഡിങ്സ് എന്താണെന്ന്. അവരല്ലേ നോക്കുന്നത്, അവരാണ് കറക്റ്റ് പറഞ്ഞു തരാറ്. അവർ പറഞ്ഞുള്ള അറിവാണ് നമുക്കുള്ളത്. നെടുമങ്ങാട് ജില്ലാ ആശുപത്രി കണ്ടത് ഏറ്റവും വലിയ ജനരോഷത്തിനായിരുന്നു. തുടർച്ചയായിട്ടുള്ള 2 ദിവസവും ഈ കുഞ്ഞിൻ്റെ മൃതദേഹം പോലും ഞങ്ങൾ കൈപ്പറ്റില്ല, ഡോക്ടർക്കെതിരെ നടപടിയെടുത്തില്ലെങ്കിൽ എന്ന് കുടുംബം ആവശ്യപ്പെട്ടു. തുടർന്ന് നിർബന്ധിത ലീവിന് പോകാൻ ആരോഗ്യവകുപ്പ് ഡോക്ടറിനോട് നിർദ്ദേശിച്ചു. അപ്പോഴാണ് ഈ കുഞ്ഞിൻ്റെ അച്ഛൻ മറ്റൊരു വലിയ ആരോപണം ഉന്നയിക്കുന്നത്. അതായത് ഈ ഡോക്ടർ കൈക്കൂലി വാങ്ങിയത്രേ, അതും 10,000 രൂപ. അതുകൂടി വന്നപ്പോൾ ഡോക്ടർക്ക് സസ്പെൻഷനും നേരിടേണ്ടി വന്നു. ഇവിടെ എന്താണ് സംഭവിച്ചത് എന്ന് ഉന്നതതല അന്വേഷണത്തിനു വേണ്ടി SITയിലെയും തൈക്കാട് ഹോസ്പിറ്റലിലെയും ഡോക്ടർമാരെ ചുമതലപ്പെടുത്തി. അവർ അന്വേഷിച്ച് റിപ്പോർട്ട് നൽകും. എന്താണ് സംഭവിച്ചത്? കുടുംബം ആരോപിക്കുന്നതിൽ കഴമ്പുണ്ടോ? അതോ ഡോക്ടർ തുടർച്ചയായി ഈ രീതിയിൽ അനാസ്ഥ വരുത്തിയതാണോ? നമുക്കറിയില്ല.
ആ മുറിവുകൾ ഇഷ്ടം പോലെ മുറിവുണ്ട്. ഒരു ചുറ്റും മുറിവ്, താഴോട്ടും ഒക്കെ ഉണ്ട് മുറിവ്. നോർമൽ പ്രസവത്തിന് വേണ്ടി ട്രൈ ചെയ്ത മുറിവ് ഒന്ന്, സിസേറിയന് വേണ്ടി 1-2 മുറിവുണ്ട്. ശരിക്കും ആ ഒരു 5-6 മണിക്കൂർ ആ കുട്ടി ശരിക്കും അനുഭവിച്ചത്. 5-6 മണിക്കൂർ നല്ല കൊണ്ട് ആ 4:30 വെളുപ്പാങ്കാലം 4:30 തൊട്ട് അനുഭവിക്കാൻ തുടങ്ങിയത്. പിറ്റേന്ന് 2:20 ആയപ്പോഴും അവിടെ നിന്ന് സിസേറിയൻ ചെയ്യാൻ കൊണ്ടുവന്ന് ഒരു 5 മിനിറ്റിനകം സിസേറിയൻ ചെയ്ത് അവിടെ വച്ച് അനുഭവിക്കാൻ തുടങ്ങിയത്. ഒരുപാട് കഷ്ടപ്പെട്ടു. അതായത് 11 മണി കഴിഞ്ഞ് പിന്നെ നോക്കുന്ന വെയിറ്റ് ചെയ്യണ്ട അവര് ആവശ്യം 12 മണി വരെ സിസേറിയൻ ചെയ്തിരുന്നു. രണ്ടുപേര് സേഫ് ആയിരുന്നു. തല ഇവിടെ എങ്ങനെ എല്ലില്ല അങ്ങനെ എന്തോ കുരുങ്ങി പറയാം സംഭവം. ഒരു മനുഷ്യത്വരഹിതമായിട്ടുള്ള ഒരു ഇടപെടലായിരുന്നു ശരിക്കും പറഞ്ഞ ആ ഡോക്ടറുടെയും കൂടെ പ്രവർത്തിച്ചവരുടെയും ഭാഗത്തുനിന്ന് നിങ്ങൾക്ക് മനസ്സിലായത്. തീർച്ചയായിട്ടും. കാരണം അവർ ഡിലേ ചെയ്യാൻ കാരണം അവർ തന്നെ ഒരു ടൈം സെറ്റ് ചെയ്തതല്ലേ. 11 മണി വരെ നോക്കി, പിന്നെ നമുക്ക് 12 മണിയാകുമ്പോൾ സിസേറിയൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അവരെന്തിനും നോർമൽ ഡെലിവറിക്ക് ഇത്ര റിസ്ക് എടുത്ത് വാക്യൂം ഡെലിവറി ഉപയോഗിച്ചു. നമ്മൾ അവരുടെ താഴെ അതിൻ്റെ പ്രൊസീജിയർ ചെയ്തിട്ട് കുഞ്ഞിനെ അവർ എന്തായാലും വലിച്ചിട്ടുണ്ടാകും. എടുത്ത് കുഞ്ഞൊന്ന് സ്റ്റക്കായി പോയതാണ്. അപ്പോൾ അവർ ഡോക്ടറല്ലേ, അവർക്കറിയത്തില്ല അത് എങ്ങനെയാണ്. പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് സിസേറിയൻ ചെയ്യാം. വേറെ കാരണം ഒന്നില്ലെങ്കിൽ മറ്റൊന്നാണ്. നോർമലിന് പറ്റാത്തത് കൊണ്ടല്ലേ സിസേറിന് പോകുന്നത്. അപ്പോൾ അവർ തന്നെ അത് ചെയ്തിട്ട് അവർ അത്രയും എന്തിനും 2:20 വരെ അതിനെ കൊച്ചിനെ പരമാവധി അവർ ടോർച്ചർ ചെയ്തു. അതിനകത്ത് കുഞ്ഞിന് ഒരു കുഴപ്പവും ഇല്ലായിരുന്നു. കുഞ്ഞിനൊന്നും നല്ല അനക്കവും. അതിൻ്റെ തലേ ദിവസം തന്നെ സ്കാനിങ് ചെയ്ത് ആ സ്കാനിങ്ങിലൊന്നും ഒരു കുഴപ്പമില്ല. അപ്പോൾ പറഞ്ഞ് അഡ്മിറ്റ് ചെയ്യാൻ പറഞ്ഞ് അഡ്മിറ്റ് ചെയ്ത് പിറ്റേന്ന് പ്രസവമുണ്ട്. പ്രസവം ഇല്ലെന്നുണ്ടെങ്കിൽ 11 മണിയാകുമ്പോൾ സിസേറിയൻ ചെയ്യാമെന്ന് പറഞ്ഞതാണ്. ഈ 2:20 വരെ അവരവിടെ ഇട്ടിരുന്നതാണ് കുഴപ്പം.